പശ്ചിമ ബംഗാളിലെ ബരാനഗറിൽ ബി.ജെ.പി. തൃണമൂൽ കോൺഗ്രസ് സംഘർഷം. ബി.ജെ.പി. തെരഞ്ഞെടുപ്പ് ഓഫീസിന് സമീപം ഫ്ലെക്സ് സ്ഥാപനത്തിനുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സ്ഥലത്ത് കൂടുതൽ പോലീസിനെ വിന്യസിച്ചു. PR അരവിന്ദ് ഉണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുവാൻ. അരവിന്ദ്, എന്തൊക്കെയാണ് ഈ സംഘർഷം സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ? ഒരു വൈകുന്നേരം 7 മണിയോട് കൂടിയാണ് ബംഗാളിലെ ബരാനഗറിൽ BJP-യും TMC-യും തമ്മിലൊരു സംഘർഷമുണ്ടായത്. BJP-യുടെ തെരഞ്ഞെടുപ്പ് ഓഫീസ് ഇവിടെ പ്രവർത്തിക്കുകയാണ്. ഓഫീസിന് സമീപം തൃണമൂൽ കോൺഗ്രസ് അവരുടെ ഫ്ലക്സ് സ്ഥാപിക്കുകയും BJP പ്രവർത്തകർ നശിപ്പിക്കുകയും ചെയ്തു. പിന്നാലെയാണ് പ്രവർത്തകർ തമ്മിൽ വലിയ രീതിയിലുള്ള വാക്കേറ്റവും അതുപോലെ തന്നെ ഉന്തും തള്ളും ഉണ്ടാവുകയും വലിയ രീതിയിലുള്ള സംഘർഷ സാഹചര്യത്തിലേക്കെല്ലാം പോവുകയും ചെയ്തു. എന്തായാലും ഇപ്പോൾ ആ മേഖലയിൽ കൂടുതൽ സുരക്ഷാ വിന്യാസം നടത്തിയിരിക്കുകയാണ്. കേന്ദ്രസേനയും അതുപോലെ തന്നെ ബംഗാൾ പോലീസിന്റെ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഈ മേഖലയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ആ സമാധാനം പാലിക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിക്കുകയും ചെയ്തു. നമുക്കറിയാം, ബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോരാട്ടം ആരംഭിച്ചു കഴിഞ്ഞു. വലിയ രീതിയിലുള്ള വാഗ്വാദങ്ങൾ തൃണമൂൽ കോൺഗ്രസും അതുപോലെ തന്നെ BJP-യും തമ്മിൽ തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. കഴിഞ്ഞ ആഴ്ച പ്രധാനമന്ത്രി എത്തുന്ന ഒരു സമയത്ത് പോലും BJP-യും തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. നിലവിൽ 5000 കമ്പനിയാണ് കേന്ദ്രസേനയെ അവിടെ വിന്യസിക്കാൻ കേന്ദ്ര സർക്കാർ ആഭ്യന്തര മന്ത്രാലയം ഇന്ന് ഉത്തരവിറക്കുകയും ചെയ്തു. വലിയ രീതിയിലുള്ള സംഘർഷ സാഹചര്യം ബംഗാളിലെ വിവിധ മേഖലയിൽ തുടരുന്നുണ്ട്. എന്തായാലും ബരാനഗറിലാണ് അല്പസമയം മുമ്പ് ഈ തെരഞ്ഞെടുപ്പ് ഫ്ലക്സുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടാവുകയും പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും ഉന്തുന്തള്ളും ഉണ്ടായത്. അമൽ, ഒരു തിരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായും ബംഗാൾ പോലെ ഒരു സംസ്ഥാനത്ത് സമാനമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടാനൊരു അവസ്ഥയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്തായാലും കൂടുതൽ സുരക്ഷയൊക്കെ കൂട്ടാനുള്ള ഒരു അവസ്ഥയും ഉണ്ടാകും, അല്ലേ? അതെ, തീർച്ചയായും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.